നമുക്ക് ബൈബിള് തുറക്കാം. ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ 2 സെക്ഷനിൽ ധ്യാനിച്ചത്. ഇന്നും ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ധ്യാനം തുടങ്ങാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങളെ ആധാരമാക്കി യേശുക്രിസ്തുവിൻ്റെ പരമാധികാരത്തെ ഒന്ന് തുറന്നു കാണിക്കാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഒരു ശതാധിപൻ ദൈവത്തോട് പറയുകയാണ്, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാക്കും. നമ്മൾ ഇന്നലെ പകലും രാത്രിയും ധ്യാനിച്ചത്, ദൈവം നിനക്ക് വേണ്ടി അധരം ചലിപ്പിച്ചാൽ നിനക്കത് വലിയ വിടുതലിന് കാരണമാകും. ഞാൻ ഇന്നും നിങ്ങളോട് പറയുക, നിനക്ക് വേണ്ടി ദൈവം ശബ്ദിക്കും. 78-ാം സങ്കീർത്തനത്തിലൊരു വാക്യം കിടപ്പുണ്ട്. വളരെ നല്ല വാക്യമാണ്. 23-ാമത്തെ വാക്യമാണ്. 78-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. അപ്പൊ ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിനക്കൊരു വാതിൽ തുറക്കാനും ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, എല്ലാ വഴി അടയുമ്പോഴാ ദൈവം ചിലതൊക്കെ കൽപ്പിച്ചു തുറക്കും. സ്തോത്രം. വഴി അടഞ്ഞവരൊക്കെ ഇന്ന് പറയണം, ദൈവം ചിലതൊക്കെ കൽപ്പിച്ചു തുറക്കാൻ പോവുക. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 33.5 വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ശുശ്രൂഷ 4 സുവിശേഷകന്മാര് തങ്ങളുടെ 4 പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുക. അതിനകത്ത് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് യേശു പ്രഖ്യാപിക്കുക, എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഇന്ന് ഈ പ്രേയറിനകത്ത് വന്ന ദൈവം അധികാരപൂർണനാണ്. ഞാൻ ഈ വചനത്തിലോട്ട് കയറുമ്പോൾ എന്താണ് ദൈവാധികാരത്തിൻ്റെ വിശേഷത? ഞാൻ എപ്പോഴും ഓർക്കാം, ഈ ഭൂമിയിൽ പിശാചും ഉണ്ട്, ദൈവവും ഉണ്ട്. ദൈവത്തോട് കൂടെ നടന്ന ആളായിരുന്നു കർത്താവിന് സ്തോത്രം ലൂസിഫർ, അല്ലെങ്കിൽ ഈ പിശാചായ ദൂതൻ. ഇവൻ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വർഷിപ്പ് ടീമിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഭരണസംഹിതകൾ എങ്ങനെയാന്ന് കണ്ടുപഠിച്ച ആളാ ലൂസിഫർ. അതുകൊണ്ട് ദൈവം എങ്ങനെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയോ അതേ മെതേഡിൽ തന്നെ പിശാചും ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൊലോസ്യ സഭയോട് പൗലോസ് പറയാം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ ഇരുട്ടിനും എന്തുണ്ട്? അധികാരമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ആദ്യത്തെ വെളിപ്പാട് പറയാം, ഇരുട്ടിൻ്റെ അധികാരം കൊണ്ട് കീഴടക്കി വെച്ച പലതിനെയും ഇന്ന് ദൈവത്തിൻ്റെ അധികാരം കൊണ്ട് റിലീസ് ചെയ്യണം. സ്തോത്രം. അധികാരമുണ്ടെന്ന് പറയുവല്ല, അധികാരം ഇന്നിവിടെ വെളിപ്പെടുത്താൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാനൊരു തുടക്കത്തിലേ പറയാം, ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ പല തടസ്സങ്ങളും അഴിഞ്ഞിരിക്കും. നിന്റെ മേൽ ധാരാളം വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ നിന്നോട് പോരാടുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ ഇന്ന് അതിനകത്തൊന്ന് വിടുവിക്കുവാൻ ദൈവത്തിന്റെ അധികാരം ഇവിടെ ചലിക്കുക. സ്തോത്രം. അപ്പം നമ്മൾ ആ വാക്യത്തിലേക്ക് വരാൻ പോവാ. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ 4 സുവിശേഷങ്ങൾക്കകത്ത് 4 എഴുത്തുകാര് സുവിശേഷങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നത്, അവന്റെ ശുശ്രൂഷ അധികാരത്തിന്റെ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ ഒരു അന്ധകാര ശക്തിക്കും
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അന്തരീക്ഷം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു സന്ദേശം കൂടെ പറയാം. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഏതെങ്കിലും ദുഷ്ടന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് മരവിക്കണം, എല്ലാം ഫ്രീസായി പോകണം. ശത്രു നിനക്കെതിരെ ഇട്ട് നിഗൂഢ പദ്ധതികൾ എല്ലാം ഇന്ന് ക്യാൻസലായി പോകണം. എന്നിട്ട് നിന്റെ നാവിന്മേൽ ഒരധികാരം വ്യാപരിക്കണം. സദൃശവാക്യത്തിൽ വായിക്കുന്ന മരണത്തിൻ്റെയും ജീവന്റെയും അധികാരം നാവിൻ്റെ മേലാണ്. കർത്താവിന് സ്തോത്രം. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ മേലൊരു അധികാരത്തിന്റെ പകർച്ച എൻ്റെ ദൈവം പകരട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ദൈവത്തിൻ്റെ ഭരണ സംവിധാനം എന്താണെന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് പഠിച്ചയാളാണ് ലൂസിഫർ. അതുകൊണ്ട് ദൈവം എന്ത് ഒറിജിനൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. സാത്താന്റെ രാജ്യമുണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. ബൈബിൾ പഠിക്കുന്നവർ പറയും അല്പം കഴിയുമ്പോൾ ഒരു രാജ്യമേ കാണത്തുള്ളൂ, അത് ദൈവത്തിന്റെ രാജ്യം മാത്രമായിരിക്കും. സാത്താന്റെ സകല പണികളെയും തകർക്കുന്ന ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ഇന്നിവിടെ വെളിപ്പെട്ടു വരട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ മേലൊരു ദൈവാധികാരം? സ്തോത്രം. യേശുവിന് ഈ അധികാരമുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചത് ദൈവരാജ്യം പണിയാനാ. ബൈബിൾ പഠിക്കുമ്പോൾ യേശു ആ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറി. പുതിയ നിയമത്തിൽ പഠിക്കുമ്പം ഈ അധികാരം സഭയ്ക്കുണ്ട്. ഈശ്വരനോട് പറഞ്ഞ ഈ അധികാരം എനിക്കും നിനക്കും ഉണ്ട്. ഒരാമയും പറഞ്ഞാട്ട്, നിങ്ങൾ ഇന്നലെ ഇവിടെ കണ്ടോ ഒരു സ്ത്രീയുടെ ദേഹത്തുനിന്ന് 9 പരം ദുർഭൂതങ്ങൾ ഇവിടെ ഇളകി ആടുന്നത് നിങ്ങൾ കണ്ടു. അത് മാനുഷിക ശക്തി കൊണ്ടല്ല, ദൈവമക്കളുമേൽ വ്യാപരിക്കുന്ന ദൈവാധികാരത്തിലാ. ഇന്ന് നീ പാർക്കുന്ന വീട്ടിലും നിന്റെ മണ്ണിലും നിന്റെ കുടുംബത്തിലും കുടിയിരിക്കുന്ന ദുഷ്ടശക്തികളെ അധികാരത്തിന് മുമ്പിൽ അഴിച്ചുവിടാൻ, ഓ ഹല്ലേലൂയ, എവിടൊക്കെയോ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുക. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ ഒരു അധികാരത്തിന്റെ പകർച്ച ഇവിടെ നിൽക്കുന്ന ചിലരുടെ മേൽ വരണം. നിന്നെ കാണുമ്പോൾ ശത്രു ഭയപ്പെടണം. നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ശത്രു ഭയപ്പെടണം. അങ്ങനൊരു അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് നിന്റെ ശിരസിൽ വരട്ടെ. അതിനുവേണ്ടിയാ ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോട് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അധികാരമുള്ള യേശുവിന്റെ വാക്കുകൾ അശുദ്ധാത്മാക്കൾ അനുസരിക്കുന്നു. കർത്താവിന് സ്തോത്രം. സാധാരണ വാക്കും അധികാരമുള്ള വാക്കും തമ്മിലുള്ള വ്യത്യാസം, അന്ധകാര ശക്തികളെ അനുസരിപ്പിക്കാൻ നിന്റെ നാവിൽ അധികാരത്തിന്റെ പകർച്ച വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ചില വീടുകൾക്കകത്തൊന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുന്നത് കഴിവുകൊണ്ടല്ല, അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരം. കർത്താവിന് സ്തോത്രം. എന്നോട് ദൈവം പറഞ്ഞു, ഈ 3-ാമത്തെ സെക്ഷനകത്ത് ചിലരുടെ മേൽ അധികാരത്തിന്റെ കൈമാറ്റം ഉണ്ടാകാൻ പോവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ലൈഫ് മാറാൻ പോവുക. നീ ഒരു വിടുതലിനായി ഇവിടെ വന്നേ, പക്ഷെ നീ നിമിത്തം ഒത്തിരി പേർക്ക് വിടുതലുണ്ടാകും. നീ ഒരു അത്ഭുതം കാണാനായി ഇവിടെ വന്നേ, നീ നിമിത്തം ഒത്തിരി പേർക്ക് അത്ഭുതം ഉണ്ടാകട്ടെ. ഇവിടെ യേശുവിന്റെ ശുശ്രൂഷയിൽ കപ്പർന്നഹൂമിലെ പള്ളിയിൽ നടന്നൊരു സംഭവമാ ഈ വാക്യത്തിൽ പഠിക്കാൻ കഴിയും. അതിന് 2-3 വാക്യം കൂടെ മുകളിൽ നിന്ന് നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ട്. അപ്പൊ അശുദ്ധാത്മാവുള്ളവൻ പള്ളിയിൽ പോവോ? എന്തോ പോവോ ഇല്ലയോ? പോവും. അപ്പൊ പള്ളി പോയെന്ന് കരുതി അശുദ്ധാത്മാ ഇപ്പൊ ചെറുക്കൊക്കെ കൺഫ്യൂഷൻ ആയി തോന്നുന്നല്ലോ. ഒരാളുടെ ദേഹത്ത് അശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് അറിയാൻ എങ്ങും പോയി പ്രാർത്ഥിച്ചു നോക്കണ്ട. അവരവർക്കറിയാം
അശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവാണോ ഉള്ളത്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ സ്തോത്രം. ഒരു സ്ഥലത്ത് നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂലയ്ക്ക് പോയി കൈ കെട്ടി ഭിത്തിയെ ചാരി നിൽക്കുക. അപ്പം ആ ചർച്ചിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാ. അപ്പൊ അവിടുത്തെ ലീഡർ എന്ന് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ചുമ്മാ ഇവിടെ നിൽക്കുവാന്ന്. നിൽക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു. അല്ല, നിന്നോളാൻ പറഞ്ഞു. സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി മുണ്ട് മടക്കി കുത്തിയിട്ട് കസാറയെ കയറി ശമ്പളപ്പൂട്ടിട്ടിരുന്നു. ഉടനെ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ദേഹത്ത് സാധനം ഉണ്ടെന്നാ തോന്നുന്നത്. കാര്യം ഇതുവരെ കാണിക്കാത്ത വികൃതികളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞപ്പം കൈ പിടിച്ച തുവാല തലയിലെടുത്തങ്ങ് കെട്ടി. എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഇനിയും സൂക്ഷിക്കണം, ഉടുപ്പൂരി തലയെ കെട്ടാൻ സാധ്യതയുണ്ട് അടുത്തത്. ഇപ്പൊ നല്ലൊരു മനുഷ്യനാ. ഞാൻ അവിടെ ചെന്ന് പുള്ളിയുടെ ദേഹത്ത് കൈ വെക്കുമ്പം പുള്ളി പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലയോ? ഞാൻ പറഞ്ഞു, അച്ഛൻ ഇരിക്കാം, ഇപ്പൊ സംസാരിക്കുന്ന ആക്കി ഇരിക്കാൻ അനുവാദമില്ല. സ്തോത്രം. ഒരു 10-20 മിനിറ്റൊക്കെ അങ്ങനൊക്കെ നിന്നപ്പം പുള്ളിയുടെ മുഖഭാവമൊക്കെ മാറി. പിന്നെ പുള്ളി ഇളകി താഴെ വീണ് പുള്ളിയുടെ ദേഹത്തുനിന്ന് ഭൂതം പോയി. ഭാര്യ എന്നോട് ഒന്നും പറയൂ, എൻ്റെ പാസ്റ്റർ അച്ഛനോടെ പാവോ, ഇത്രയും വർഷം ഭൂതത്തിനോടാണ് കിടന്നുറങ്ങിയത്. അറിഞ്ഞില്ല, കുഴപ്പമില്ല. അറിഞ്ഞാ വലിയ പ്രോബ്ലമാ. പോകാൻ നേരത്തെ ആ സ്ത്രീ എൻ്റെ അടുക്ക ഒന്ന് എൻ്റെ തലയെ കഴിച്ചെന്ന് പ്രാർത്ഥിച്ചു വിട്ടേ. എന്താ അമ്മ, പോന്ന വഴിക്ക് ഈ പോയ സാധനം കയറരുത്. അപ്പൊ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുള്ളത് ഒരാത്മീക അധികാരമാണ്. സ്തോത്രം. അതുകൊണ്ട് ചിലയിടത്ത് എവിടെ ഇളകാത്തതൊക്കെ ചില ശുശ്രൂഷ ഇളകുന്നെങ്കിൽ ഓർത്തോണം, വന്നയാളിന് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്കിയോ, ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ ചില ഇളക്കങ്ങളൊക്കെ നടക്കും. അശുദ്ധാത്മാവ് ഇരിക്കുന്ന ചില സ്ഥലങ്ങളും മേഖലകളും ഒക്കെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വേദി കയറിയിരിക്കുന്നത്. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ ഉറക്കത്തിലിടുന്ന ദുസ്വപ്നം തൊട്ട് ലോർഡ് നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന പല വ്യാപാരത്തെയും ഇന്ന് ദൈവാധികാരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പോവുക. ഓ ഹല്ലേലൂയ. അമ്മ, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിനക്കൊരു വലിയ ഡെലിവറൻസ് ദൈവത്തിൽ നിന്ന് കിട്ടും. സ്തോത്രം. ഒരിക്കല് ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് 4 പിള്ളേരാ. 3 പിള്ളേരും മിടുക്കരാ. ഇടയ്ക്കത്തെ ഒരു പയ്യനുണ്ട്. ഈ ഡോക്ടറുടെ മക്കളാവുമ്പം മിക്കവാറും അവരെല്ലാവരും ആരാകാനാ സാധ്യത? ഡോക്ടറാകാനാ സാധ്യത. മൂത്തവന് മെഡിസിൻ പഠിക്കുക, രണ്ടാമത്തവൻ 12th പഠിക്കുക, എല്ലാം മിടുക്കരാ, 100 മാർക്കാ. ഇളയവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുക, അവൻ 5ാം ക്ലാസ്സിൽ ഫുള്ളാ. ഇടയ്ക്ക് 8-ൽ പഠിക്കുന്നുണ്ട്. അവന് മൊത്തത്തിനും തോക്കുക. ഡോക്ടർ എന്നോട് ചോദിച്ചു, മൂത്തവൻ ഡോക്ടർ, +2 പഠിക്കുന്നവനെല്ലാം ഫുൾ മാർക്ക്, 5ാം ക്ലാസ്സുകാരന് ഫുൾ മാർക്ക്, 8ാം ക്ലാസ്സുകാരന് മാത്രം എല്ലാത്തിനും 10 താഴെ. പക്ഷെ ഇതെന്നാ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, നമുക്കൊരു യോഗം വെക്കാം. അങ്ങനെ ഡോക്ടർ ഒരു യോഗം വെച്ചു. യോഗം വെച്ചപ്പം ഈ കൊച്ചന്റെ ദേഹത്ത് പൂത ഇളകുമെന്നാ ഡോക്ടർ വിചാരിച്ച്. ഒരിളക്കവും നടന്നില്ല. പക്ഷെ ആ പ്രേയർ കഴിഞ്ഞപ്പോൾ മുതൽ അവനും ഫുൾ മാർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മീക അധികാരത്തിന്റെ മുമ്പിൽ അന്ധകാരത്തിന്റെ അധികാരങ്ങൾ വഴിമാറി തന്നേ പറ്റൂ. ഞാനിവിടെ ഒരു കാഴ്ച കാണുക, പായലുകൾ മൂടിക്കിടക്കുന്നൊരു കായല്. ജീസസ്. ആ കായലിനകത്തൊരു ബോട്ട് പോകുമ്പോ അമ്മ പായല് വഴിമാറി തരുന്നത് പോലെ ലോർഡ് ചിലരുടെ ലൈഫിൽ നിന്ന് ചിലതൊക്കെ ഇന്ന് പകൽ വഴിമാറി തരും. ഞാൻ കാഴ്ച കണ്ടുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. അമ്മ, നിനക്ക് ഞാൻ ചില അനുഭവങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും. വർഷങ്ങൾക്ക് മുമ്പ് വീണ ചില ബ്ലോക്ക് വരെ ഇന്ന് അധികാരത്തിന്റെ മുമ്പിൽ വഴിമാറാൻ പോവുക.
യേശുവിന്റെ നാമത്തില് തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ബിസിനസ്സിൽ ബ്ലോക്കായെങ്കിൽ, ഭാവി ബ്ലോക്കായെങ്കിൽ, കുടുംബജീവിതം ബ്ലോക്കായെങ്കിൽ, സമ്പത്ത് ബ്ലോക്കായെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പിൽ അയക്കും. അവൻ ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റി താമരവാതിലുകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. ഇന്നു പകൽ തടസ്സം നിന്നതെല്ലാം മുറിഞ്ഞു മാറണം. ഇവിടെ ദൂത് പറയുമ്പം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നിന്റെ വീടിനെ ദൈവം കാണുക. ഹല്ലേലൂയ. അവിടം തൊട്ടിന്ന് വിടുതൽ നടക്കണം. ഇന്ന് ഈ പ്രയർ കഴിയുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നവരോട് പറയാം, ചില ഡേറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളാകാൻ പോവുക. ചില വിവാഹത്തിന്റെ ഡേറ്റുകൾ കുറിക്കപ്പെടും. ചില കുടുംബത്തിനകത്ത് പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ട ഡേറ്റ് കുറിക്കപ്പെടും. ബ്ലോക്കായി നിന്നതെല്ലാം ഇന്ന് അധികാരത്തിന്റെ മുമ്പിൽ ഇവിടെ ഒരു അധികാരം ചലിക്കുക യേശുവിന്റെ നാമത്തില്. ശത്രുവിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കാൻ പോവുക. മന്ത്രവാദ ശക്തികളെ ബന്ധിക്കാൻ പോവുക. ഇതിനകത്ത് ദൈവശക്തി. നിനക്ക് ചില സംഭവങ്ങൾ അറിയാം. ഇന്ന് ദൈവാധികാരം അതിനെ തൊടാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. യേശു കപ്പർന്നഭൂമിലെ പള്ളി ചെല്ലുമ്പോ അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. അപ്പം അശുദ്ധാത്മാവുള്ളവന് എന്താ ചെയ്യും? പള്ളി പോയെന്ന് കരുതി എന്തില്ലെന്നല്ല. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും യേശുവിനെ കണ്ടപ്പം ഇവൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. അപ്പം നിലവിളിക്കുന്നവർക്ക് മാത്രമേ ഭൂതമുള്ളൂ? അല്ല, മിണ്ടുന്ന ഭൂതമുണ്ട്, മിണ്ടാത്ത ഭൂതമുണ്ട്. ഒരിക്കല് ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഭൂതം ഇളകി. അപ്പൊ ഭൂതം ഇളകി ഡാൻസ് കളിക്കുക. അപ്പൊ ഭൂതത്തോട് എറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പാൻ പറഞ്ഞപ്പോ ഭൂതം പറയുക, കൈ കാണിക്കുക, മിണ്ടരുതെന്ന്. യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞു, ഇപ്പൊ പോത്തില്ല, കൈ കാണിക്കുക. സ്തോത്രം. നിങ്ങൾ എത്ര പേരുണ്ട്? 4. എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, മിണ്ടുന്നില്ല, എല്ലാം ആക്ഷനാ. സ്തോത്രം. അപ്പൊ മിണ്ടുന്ന ഭൂതമുണ്ട്. നിങ്ങൾക്ക് എന്നാ കുഴപ്പം? നിങ്ങളുടെ ദേഹത്തില്ലല്ലോ, പിന്നെ ഒരു സ്തോത്രയിലും പറയല്ലോ. മിണ്ടുന്ന, ഇപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോന്നില്ലയോ? മിണ്ടുന്ന ഭൂതമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഇന്ന് വിടുവിക്കപ്പെട്ടേ പറ്റൂ. ഒരധികാരം ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുക. നിന്റെ പല തടസ്സങ്ങളും അഴിയുന്ന കാഴ്ച ഇന്ന് നീ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തില് ഈ ചിലരുടെ അകത്ത് ഈ ദൂത് കയറി ഇപ്പോ തൊടും. അതിന്റെ കാരണം വിടുതൽ നടക്കാൻ സമയമായി. ലോർ, നിന്റെ കുടുംബത്തെ ദണ്ണിപ്പിക്കുന്ന സകല അശുദ്ധാത്മാക്കളും ഇന്ന് നിന്റെ കുടുംബം വിട്ടുപോകണം. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ചിലത് ഇളകും. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രോപ്പർട്ടി ചിലത് ഇളകും. ഇവിടെ ഒരു അധികാരം വ്യാപരിക്കാൻ പോവുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയാൽ ഈ ദൂത് അവസാനിക്കത്തില്ല, വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. സ്തോത്രം. യേശുവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ ദുരാത്മാവ് നിലവിളിക്കാൻ തുടങ്ങി. വായിക്കാം. അവൻ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. പിശാച് ചോദിക്കുക, നീ ആർ? ഞങ്ങളെ നശിപ്പിക്കാൻ ഇവന്റെ ദേഹത്ത് കയറി എന്തിനാ? ഇവനെ നശിപ്പിക്കാൻ. ഇപ്പൊ യേശുവിന്റെ അധികാരം ചലിക്കുന്ന എന്തിനാ? ഇവനെ നശിപ്പിക്കാൻ വന്നവനെ യേശു നശിപ്പിക്കാൻ പോവാ. ഒരു ദൂതൂടെ പറയാം, നിന്നെ നശിപ്പിക്കാൻ വന്ന പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ വിട്ടുപോകണം. അത് നിന്നെ നശിപ്പിക്കത്തില്ല, എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമം അതിനെ നശിപ്പിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അമ്മി, ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ തലപൊക്കിയ പലതും തകർന്നു വീഴുന്ന നീ കാണും. അശുദ്ധ മണ്ഡലങ്ങളെല്ലാം തകർന്നു വീഴും. ഇതിനകത്ത് ദൈവാത്മാവ് ചലിക്കാൻ പോവുക. ഒരു അധികാരത്തിന്റെ മിനിസ്ട്രി എന്നിവിടെ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. ചിലരുടെ അകത്ത് കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാര മേഖലകൾ അഴിഞ്ഞു. ഇന്ന് വിടുതൽ പ്രാപിച്ച ഇവിടുന്ന് എഴുന്നേക്കാവും.
അപ്പൊ യേശു പള്ളിയിൽ കയറിയപ്പം അശുദ്ധാത്മാവ് ഇളകി. താഴത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. അവൻ നിലവിളിച്ച്, നസ്രനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. പിന്നെ യേശു അതിനെ ശാസിച്ചു. അപ്പൊ അശുദ്ധാത്മ തലങ്ങളെ അധികാരമുള്ളവൻ ശാസിക്കണം. ഒരാമയും പറഞ്ഞാട്ട് ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് ചിലതിനെ ദൈവം ശാസിക്കുന്ന ദിവസമാണ്. നിന്റെ ആരോഗ്യത്തോട് പോരാടിയ, നിന്റെ സമ്പത്തിനോട് പോരാടിയ, നിന്റെ ഭാവിയോട് പോരാടിയ ചില മന്ത്രവാദങ്ങളെ എന്റെ ദൈവം ശാസിക്കട്ടെ. ചില ആഭിചാര ക്രിയ ചിലരുടെ അകത്ത് ആ ദൂത് വെളിപ്പെടുക. നിന്നോട് തന്നെയാ ദൈവാത്മ. യെസ്, ചില മന്ത്രവാദത്തിന്റെ ആയുസ് ഇന്നൂടെ ഉള്ളൂ. ചില ദുരാത്മാവിന്റെ ആയുസ്. ജനം ഒരു ഡെലിവറൻസിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഒരുമയോടെ നിന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ മറക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, ദൈവത്തിന്റെ അധികാരം ചലിക്കുന്നുണ്ടെന്ന് പറ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചോട് പറ, ദൈവത്തിന്റെ അധികാരം നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അധികാരം നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചതെല്ലാം. ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, തടയുന്നതിനോട് പറഞ്ഞു ഇനിയും തടയരുത്. അവൻ വഴി മുളയ്ക്കുമ്പോൾ ഇനിയും മുടക്കരുത്. ഇന്ന് പകൽ ആ വാക്യം ഒന്നുകൂടെ വായിക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു പ്രേരണ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 6 വചനം. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൈവം പറയുകയാണ്, വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും. അതിനർത്ഥം എന്തോ പിടിച്ചു വെച്ചിരിക്കുക, വാഗ്ദത്തങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക, നന്മകളെ പിടിച്ചു വെച്ചിരിക്കുക. ദൈവം അധികാരത്തോടെ കൽപ്പിക്കുക, തരിക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. മോനെ ഒന്ന് കൈവക്കാവോ? ആ താടി വെച്ച മോൻ, നിന്റെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. ലോർഡ്, നിനക്ക് നല്ലൊരു ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെ എങ്ങും എത്താൻ സമ്മതിക്കുക. ലോർഡ്, ലോർഡ്, നിന്റെ ലൈഫ് തകർന്നു പോകത്തക്ക രീതിയിൽ ലോർഡ് നിന്റെ മാനസിക നിലയെ ഇളക്കി ലോർഡ് നിനക്ക് മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഞാനൊരു കാഴ്ച കാണുക, ഒരു മല ഇടിഞ്ഞു വീഴുന്ന പോലെ നിന്റെ മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഇടിഞ്ഞു വീഴുക. ലോർഡ്, ഇന്നത്തെ പ്രാർത്ഥന നിനക്ക് വിടുതല. നിന്റെ ബന്ധിക്കപ്പെട്ട ഭാവി, ബ്ലോക്കായി പോയ ഭാവി, അടഞ്ഞു പോയ ഭാവി ഇന്ന് പകൽ തുറന്നു വന്ന് ഒരുവന് പ്രമോഷൻ ലഭിക്കുന്ന പോലെ നിനക്കൊരു സ്ഥാന കയറ്റം എൻ്റെ അടുക്കലോട്ടൊന്ന് വരാോ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. ഈ മോൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ലോർഡ് ജീസസ്. മോൻ്റെ മമ്മിയാണോ? മമ്മിയോട് എഴുന്നേറ്റ് വന്നാട്ട്, എനിക്കൊന്ന് കൈ തന്നാട്ട് മോനെ. താങ്ക് യു ലോർഡ്. മോൻ എന്തോ ചെയ്യുക ഇപ്പം? മോനെ, നിന്റെ ബിസിനസ്സിൽ നിനക്ക് ശക്തമായ എതിരുണ്ട്. എന്നെ നോക്കി, ഞാൻ പറയാം. അങ്ങനെ നിനക്കൊരു ബന്ധനം വീണ നിമിത്തം ബിസിനസിന്റെ ഉയർച്ച ബ്ലോക്കായി പോയി. ഞാൻ പറയുന്നത് ശരിയാണോ? ജീസസ്, ശരിയാണ്. ജീസസ്. പാർട്ട്ണർഷിപ്പ് പോലെ ലോർഡ്, ലോർഡ്, ഈ വർഷം നിനക്ക് വിടുതല. ഇവനൊരു അസുഖം കൊണ്ടുണ്ട്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വിലങ്ങും. ലോർഡ്, അമ്മയ്ക്ക് ഈ ഒരു മോനെ ഉള്ളോ? രണ്ട് മകനും 2 പെൺകുട്ടികളും. ഒരു കുട്ടറ കയ്യിന്റെ ഈ വരല് മുറിഞ്ഞു പോയി. ആരുടെ? മിഷനിൽ പെട്ടിട്ട് ഒക്ടോബർ 5-ാം തീയതി. ആരുടെ?
മൂത്ത മകന്റെ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 2024 നവംബർ തൊട്ട് കഷ്ടകാലമാണ്, ഓരോരോ അനർത്ഥങ്ങളാണ്. എന്നാൽ ഇവനെ കുറിച്ച് ഞാൻ പറയാം. ഇവൻ ഇന്ന് വിടുതൽ കിട്ടിയാൽ, ഇന്ത്യയിൽ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ് ജീസസ്. നിനക്കൊരു ഓഫീസ് കാണിക്കുന്നുണ്ട്, നിനക്കൊരു ടീം കാണിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം നിന്നെ വളർത്തിക്കൊണ്ടുപോകും. എന്നാൽ നിന്റെ കഷ്ടകാലത്തെ ഇന്ന് തൊടുക ദൈവം. നിന്റെ കൈകൾ സമ്പത്ത് കൊണ്ട് നിറയും. ഓ, ഇവന്റെ മേൽ കിടക്കുന്ന ഇവനെ ആര് ബന്ധിച്ചോ അതിനെ ഞങ്ങൾ അഴിക്കുക. Lord God Almighty, what is the love? നിങ്ങൾക്കറിയോ, ഈ 2025 എന്നെ നോക്കി, ഒരു 7-ാം മാസം തൊട്ടാ ഈ അവസ്ഥ ഇച്ചിരി ഒന്ന് മാറാൻ തുടങ്ങി. ഇനിയും മാറും. വലിയ വലിയ എഗ്രിമെന്റുകൾ സൈൻ ചെയ്യും, വലിയ വലിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യും. ആമേൻ. യേശുവിന്റെ നാമത്തില് എന്നെ ഏൽപ്പിച്ച ദൈവാധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇവനെ ആര് ബ്ലോക്ക് ചെയ്തോ ആ ബ്ലോക്ക് ചെയ്ത സ്പിരിറ്റിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ലൈഫിൽ നിന്ന് അഴിച്ചു മാറ്റുക. ഇവരൊരു ബിസിനസ്സുകാരനായി ഉയരട്ടെ. അടുത്ത 3 വർഷം കൊണ്ട്, ഓ ലോർഡ്, നിനക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത മേഖലയ്ക്ക് നീ എത്തും. പക്ഷെ ഞാൻ നിന്നെ ഉയർത്തുമ്പോൾ നീ എന്നെ ഉയർത്തിക്കോണം. ഞാൻ നിന്നെ മാനിക്കുമ്പോൾ നിന്നെ ഈ വർഷം തന്നെ ഒരു കടവുമില്ലാത്തവനാക്കി ഞാൻ മാറ്റും. എന്നിട്ട് പ്രോപ്പർട്ടികൾ നീ വാങ്ങും. നിന്റെ പേരുകൾ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ആകും യേശുവിന്റെ നാമത്തിൽ. അതിനകത്ത് 2 നിലകളുള്ള ഓഫീസ് ബിൽഡിങ്ങുകൾ വരും യേശുവിന്റെ നാമത്തിൽ. വീടുകൾ വരും യേശുവിന്റെ നാമത്തിൽ. കഷ്ടകാലങ്ങൾ മാറട്ടെ. പ്രാർത്ഥിക്കുക. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. ഈ ചിലരുടെ ദേഹത്ത് ദുഷ്ടശക്തികൾ ഇരിപ്പുണ്ട്. അതെല്ലാം ഇന്ന് ഇളകിപ്പോവും. ഇവിടെ വിടുതൽ നടക്കാൻ നിങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലരുടെ ദേഹത്ത് ദുരാത്മാവുണ്ട്. അതെല്ലാം ഇന്ന് ഇളകിപ്പോകും. ധൈര്യമായിട്ട് നിങ്ങൾ പോകാട്ടെ. താങ്ക് യു ലോർഡ്. ഇന്നൊരു വിടുതൽ എടുത്തേ ആമീൻ പറയത്തുള്ളൂ ഈ യോഗം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വാക്യത്തിലേക്ക് വരാൻ പോവാ. പരിശുദ്ധാത്മാവ് ആ താടി വെച്ച ദൈവദാസനോടൊന്ന് കൈവെക്കാവോ? ലോർഡ്, ലോർഡ്, നിങ്ങളുടെ അവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റം ദൈവം തരാൻ പോവാ. നിങ്ങളുടെ വയറും നടുവുമായി ബന്ധപ്പെട്ട് ഒരു സൗഖ്യം വ്യാപരിക്കുന്ന കാഴ്ച. ഈ സമയത്ത് രോഗമുള്ളവരൊക്കെ രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുക. ഇനി ഞാൻ പറയാം, നടുവും വയറുമായിട്ടൊരു ബെൽറ്റ് ഇടുന്ന പോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ലോർഡ്, അതൊരു രോഗാത്മാവിന്റെ കെട്ട. അതിന്ന് പൊട്ടും. പൊട്ടിക്കഴിയുമ്പം അദ്ദേഹത്തിന് മിഷൻ വർക്കുമായിട്ട് ബന്ധമുണ്ടോന്നൊന്ന് ചോദിക്കാവോ? ജീസസ്, എന്നെ ഒന്ന് നോക്കിക്കേ. നമ്മളൊരു ബെൽറ്റ് ഇട്ടിട്ട് ആ ബെൽറ്റിൽ ഒരു കൊളുത്തിട്ടാൽ നമ്മൾ ഒരിടത്ത് തന്നെ ഒതുങ്ങിപ്പോവും. ഈ ദിവസങ്ങളിൽ ദൈവം ആ ബ്ലോക്ക് അഴിച്ചുവിടാൻ പോവുക. എന്നിട്ട് ശുശ്രൂഷയ്ക്ക് വലിയ ഓപ്പണിങ്. നീ കവലകളിൽ ഒതുങ്ങുന്നവനാകത്തില്ല, പട്ടണങ്ങളെ കീഴടക്കുന്നവനാ. അങ്ങനൊരു പ്രവചന ദൂത് അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്ന ആളാണോ? സഭയുടെ ചാർജ് ഉണ്ടോ? ഇല്ല. കവലകളിൽ പ്രസംഗിക്കുന്ന ആളാ. ഞാൻ കണ്ടത് കറക്റ്റാണെന്ന് അറിയാനാ ചോദിക്കുന്നത്. ലോർഡ് ജീസസ്, 1 മിനിറ്റ് എൻ്റെ അടുക്ക വരാ. ഒരു അന്ത്യകാല ശുശ്രൂഷ. സർവവല്ലഭ
നീരേ പാത്തിരരേ തുതിയുമക്കേ നീയെങ്കും തൂയരേ തൂയരേ സർവവല്ലഭ നീരേ holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. What is the Lamb? What is the Lamb? Amen. ഞാൻ അല്പം കൂടെ വചനം പറയട്ടെ. ഇന്ന് വലിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എവിടൊക്കെയോ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉണ്ടാകും. സ്തോത്രം. നമുക്ക് വചനത്തിലോട്ട് വരാം. ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവാ. ഹല്ലേലൂയ. അപ്പം ഈ അശുദ്ധാത്മാവ് അലറി നിലവിളിക്കാൻ തുടങ്ങി. നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം. ഹല്ലേലൂയ. അവൻ നിലവിളിച്ച്, നസ്രേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു. അപ്പൊ ചിലരുടെ വിടുതൽ ഒരു ശാസന തീരുന്നതാണ്. പക്ഷെ അതിനൊരു നിയോഗം ഇന്നുണ്ടാകണം. ലോർഡ്, വർഷങ്ങൾ പഴക്കമുള്ള ബ്ലോക്ക് വരെ ഇന്നൊരു ശാസനയിൽ പൊട്ടും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കം നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അവ അവനെ അനുസരിക്കുകയും ഞാൻ പറയാം ദൈവമക്കളെ, ചില അശുദ്ധാത്മാക്കളെ അനുസരിപ്പിക്കത്തക്ക അധികാരം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് മാറാൻ പോവുക. ചില അന്ധകാര ശക്തികളെ അനുസരിപ്പിക്കത്തക്ക അധികാരം ഇതിനകത്ത് വ്യാപരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങനെ ഒരു അധികാരം. ചിലരെയൊക്കെ ചിലപ്പോൾ കെട്ടിയിട്ടുകൊണ്ട് വരും പ്രാർത്ഥിക്കാൻ. ചുരിദാറിന്റെ ഷാള് കൊണ്ട് ഇങ്ങനെ കയ്യാലൊക്കെ കെട്ടിയിട്ടുകൊണ്ട് വരും പ്രാർത്ഥിക്കാൻ. എന്റെ കാരണം വലിയ ശല്യം ഉണ്ടാക്കുന്ന വ്യാപാരമാണ്. ഹല്ലേലൂയ. അല്പം കഴിയുമ്പോൾ കാണാം, ആ ചുരിദാറിന്റെ ഷാളും കഴുത്തേലിട്ടോണ്ട് പ്രൈസലോട് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? അധികാരം അവിടെ വർക്കായി. എനിക്കെന്തോ ഇന്ന് തരുന്നൊരു ഫീല്, ഇവിടെ ഇരിക്കുന്ന ആരുടെ മേലൊക്കെയോ അധികാരത്തിന്റെ മിനിസ്ട്രി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവാ. നിങ്ങളെ കാണുമ്പോൾ ദുരാത്മാക്കൾ ഇളകി മാറട്ടെ. പൗലോസിന്റെ ഒക്കെ മിനിസ്ട്രി, അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി അറിയാമോ? അവർ ഒരു സ്ഥലത്ത് മിനിസ്ട്രി ചെയ്യുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മന്ത്രവാദികൾ പുസ്തകങ്ങൾ കത്തിച്ചു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ചില രോഗത്തിന്റെ മുമ്പിൽ രോഗാത്മാവാണെങ്കിൽ ഇന്ന് അതിനെ ശാസിക്കണം. ഓ, യേശുവിന്റെ നാമത്തില് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, പല ബ്ലോക്കും ഇന്ന് പൊട്ടും. നിന്റെ വഴികൾ ഓപ്പണായി വരും. നീ ഒരു അത്ഭുതം കാണാൻ പോവാ. നിനക്കറിയാം, ഇത് പിശാചിന്റെ ഉപദ്രവമാണ്. അപ്പൊ യേശുക്രിസ്തുവിന് ദുരാത്മാക്കളുടെ മേൽ എന്തോ ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗം ബൈബിളിൽ പഠിക്കുമ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ എടുത്തോണ്ട് ഈ
ചിലർ അവരുടെ വിടുതലിന് മാത്രമേ വരത്തുള്ളൂ. ചിലരുടെ അകത്ത് വിശ്വാസം കയറിയാൽ അടുത്ത ആളെ കൂടെ വിളിച്ചോണ്ട് വരും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ആരെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? വിളിച്ചോണ്ട് വരണം. അടുത്തൊരാളെ കൂടെ 4 പേർ ഒരുത്തനെ. എന്റെ ചിന്ത പറയുക, ആ പക്ഷപാതക്കാരൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. കാര്യം എന്നവനെ എവിടെ കൊണ്ടുപോയിട്ടുണ്ടോ തിരിച്ച് അതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഈ 4 പേര് പറയാ ഇന്ന് അങ്ങനെ ആകുകയില്ല, ഇന്ന് വന്നവൻ യേശുവാണ്. ഓ ഹല്ലേലൂയ. അധികാരത്തിന്റെ മേഖല ഇന്ന് ഓപ്പൺ ആയാൽ വലിയ വിടുതൽ സംഭവിക്കും. 4 പേരൊരു പക്ഷപാതക്കാരനെ എടുത്തോണ്ട് വന്നു. യേശു ഒരു വീട്ടിൽ പ്രസംഗിക്കുക. അവിടെ അകത്ത് യേശുവിന്റെ അടുക്ക കൊണ്ടുവെക്കാൻ സ്ഥലമില്ല. അവൻ ആ വീടിന്റെ മേളിൽ കയറി മേക്കൂര പൊളിച്ച് അവനെ താഴോട്ടിറക്കി. ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു ദൂത് പറയാം, വിശ്വാസം ഉണ്ടെങ്കിൽ വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാവും. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുന്നത് വിശ്വാസത്തോടായിരിക്കണം. വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാകാൻ പോവാ. അവനെ യേശുവിന്റെ അടുക്കൽ വെച്ചപ്പോ യേശു ചെയ്ത് കേൾക്കണോ? ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് അവനോട് പറയാ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്ക എടുത്ത്. അർത്ഥം, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ എന്റെ ദൈവത്തിന് അധികാരമുണ്ട്. ഓ ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എത്ര വലിയ പാപിയാണെങ്കിലും സ്തോത്രം, ആ പാപം ഏറ്റു പറഞ്ഞ് കരഞ്ഞാൽ ആ പാപം കഴുകുന്നൊരു രക്തമുണ്ട് ബൈബിളിൽ. അതെന്ത് രക്തം എന്നറിയാമോ? യേശുവിന്റെ രക്തം. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഞാൻ പറയാം. എത്ര രക്തം കുടിച്ചിട്ടും കലി തീരാത്ത രക്തദാഹിയായ പിശാച് ഈ പാലക്കാടിന്റെ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ അവനെ തകർക്കുന്നൊരു രക്തമുണ്ടെങ്കിൽ അത് ഇന്നിവിടെ വ്യാപരിക്കുന്ന യേശുവിന്റെ രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഇന്നും അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ദൈവമക്കൾ ഇടയ്ക്കിടയ്ക്ക് പറയും യേശുവിന്റെ രക്തം. പിന്നെ ചിലര് പറയും രക്തത്താൽ ജയം. എന്തുവാ? രക്തത്താൽ ജയം. ഞാൻ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ചിലടത്തൊക്കെ ഭൂതം ഇളകുമ്പോ യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറയുമ്പോൾ ഭൂതം പറയാം അതൊഴിച്ച് ബാക്കി എന്തോ വേണേലും പറഞ്ഞു. അതെന്നാ കാര്യം? അത്ര ശക്തിയാ യേശുവിന്റെ രക്തത്തിൽ. നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം കലുഷിതമാകുമ്പോൾ നീ ആ വീടിനകത്തൂടെ നടന്നോണ്ട് യേശുവിന്റെ രക്തമെന്നു പറഞ്ഞ് രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണിച്ച് നിന്നെ ഭീതിപ്പെടുത്തുമ്പോൾ നീ ചിലരുടെ സ്വപ്നതലത്തിൽ നിന്ന് വിടുതല. ദുസ്വപ്നങ്ങൾ. ഇന്ന് ഞാൻ ഒരു ആത്മീക വെളിപ്പാട് പറയാം. ചിലരുടെ കൃപാവരങ്ങൾ. ആ വെള്ള സ്കാഫിട്ട സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും. ഒറ്റയ്ക്കേ ഉള്ളോ? ഹസ്ബൻഡും ഉള്ളു. നിങ്ങൾക്കൊരു വലിയ വിടുതല് ദൈവത്തിൽ നിന്ന് വ്യാപരിക്കാൻ പോവാം. അന്ധകാര ശക്തി ഇങ്ങനെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നുവെച്ചാൽ ആഭിചാര ക്രിയകൾ. ഒരു ദൂതൻ മിന്നുന്ന വാളുമായി നിന്റെ അടുക്കൽ വന്നു നിൽക്കുക. എന്നോട് ദൈവം പറഞ്ഞു, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവനെ ഇന്ന് ദൈവം തകർക്കുന്ന ദിവസമാ. ഒരു ദൈവദാസൻ എന്ന് പോയി ആ സിസ്റ്റർ തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടോ വലിയ ദൈവപ്രവർത്തികൾ നടക്കുക. യേശുവിന്റെ നാമത്തിൽ ചില അന്ധകാര ശക്തികൾ ഇളകി അവിടെ കുടുംബത്തെ ബന്ധിച്ച സ്പിരിറ്റ്. പാടും ഹല്ലേലൂയ.
കൈയൊന്ന് ഉയർത്തിക്കൊണ്ടൊന്ന് പാടിക്കേ. യെസ്, ആ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പാടിക്കേ. എവിടൊക്കെയോ ചില ഇളക്കങ്ങൾ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്തതിയുടെ മേൽ കിടക്കുന്ന കെട്ടുവരെ അഴിക്കുന്ന ദൈവം. ദൈവശക്തി, ദൈവശക്തി, ചെല്ലുടെ മേൽ ദൈവശക്തി. നിന്റെ ശരീരത്ത് ആഭിചാരം ചെയ്ത് കേട്ടിയ മന്ത്രവാദങ്ങൾ ഇന്ന് അലറി വിട്ടുമോ? ദൈവശക്തി. ഒരിച്ചിരി നേരം വചനം കേട്ടിട്ട് നമ്മളങ്ങ് ശുശ്രൂഷിക്കാൻ തുടങ്ങുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന് നെടുകയും കുറുകയും ദൈവദൂതന്മാർ നടക്കുക. ഒരിക്കലും ഇളകാത്ത ചില സ്പിരിറ്റ് ഇന്ന് ദൈവാധികാരത്തിന് മുമ്പിൽ ചലിക്കാൻ പോവുക. നിനക്ക് വിടുതൽ കിട്ടാനുള്ള സമയം അടുത്തിരിക്കുക. അതിനി കാലതാമസമില്ല. അപ്പൊ ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ ദൈവപുത്രൻ അധികാരമുണ്ട്. അതുകൊണ്ട് ബൈബിളിലെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. നിങ്ങൾക്കറിയോ, ഞാൻ ഒരിക്കലൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ 14 കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തു. ഒരു തെറ്റ് 14 കൊല്ലമായിട്ട് ആ തെറ്റിന്റെ കുറ്റബോധം കൊണ്ട് നടക്കുക. പുള്ളി ചോദിക്കുക, അത് ദൈവം ക്ഷമിച്ചോ? ദൈവം എന്നേ ക്ഷമിച്ചു. അത് ഒരു പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം. അപ്പൊ യേശുവിന്റെ ബൈബിൾ പഠിക്കുമ്പം രോഗത്തിന്മേൽ അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, പാപത്തിന്റെ മേൽ അധികാരമുണ്ട്, ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്. പറഞ്ഞാ തീരാത്ത പോലെ അവൻ അധികാരപൂർണനാണ്. ഇനി ചോദ്യം, യേശുവിൽ മാത്രമേ ഈ അധികാരമുള്ളോ? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം എടുത്തേ, അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ 12 വരെ അടുക്ക വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഈ അധികാരം യേശുവിൽ മാത്രം നിന്നില്ല, ഇത് ശിഷ്യന്മാരിലേക്ക് പകരപ്പെട്ടു. ഇന്നും ഞാൻ പറയാം, ദൈവത്തിന്റെ അധികാരം അസ്തമിച്ചിട്ടില്ല. ഇന്നും അത് വ്യക്തികളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. അങ്ങനെ അന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരധികാരത്തിന്റെ പകർച്ച നിന്റെ മേൽ ഇന്ന് ദൈവം പകരണം. എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവേ ഒരു പുതിയ അധികാരം എൻ്റെ മേൽ വരണമേ? ഇനി ഒരു വാക്യം കൂടെ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും
തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. ഞാനൊരു വെളിപ്പാട് പറയും. ഈ ദിവസങ്ങൾ നിന്റെ കാൽ കീഴിൽ ചിലതൊക്കെ അമർന്നെങ്കിലേ പറ്റൂ. സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ശകലമല്ല സകല ബലത്തെയും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഓ ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിൽ വേഗത്തിൽ ചതച്ചു കളയും. കണ്ടോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ കാൽ കീഴിൽ ഈ ദിവസങ്ങളിൽ ചിലത് അമരാൻ പോവുക. ചില ദുർവ്യാപാരങ്ങൾ നിന്റെ കാൽ കീഴിൽ അമരാൻ പോവുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാന ഭാഗത്തേക്ക് വരിക. അപ്പം ദൈവം പരമാധികാരിയാണ്. പുത്രൻ പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറി, ആ അധികാരം ദൈവസഭയ്ക്ക് കൈമാറി, ആ അധികാരം ഇന്ന് നമുക്ക് കൈമാറിയിരിക്കുക. ഒരാമയും പറയണം. ഹല്ലേലൂയ. എന്നിട്ട് 3 കാര്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറയുക. ഒന്ന്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിച്ച പോരാ, നിങ്ങൾ ഉപദേശിക്കണം. ഉപദേശിച്ച പോരാ, നിങ്ങൾ ശിഷ്യന്മാരാകണം. ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ആ ദൂതിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരട്ടെ. കർത്താവിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ഒരധികാരത്തിന്റെ കൈമാറ്റത്തിന് പ്രാർത്ഥിക്കണം. ഓ, നീ ഇന്ന് ഇവിടുന്ന് പോകുന്നത് അധികാരമുള്ളവനായിട്ട് വേണം. അന്ധകാര ശക്തികളെ അനുസരിപ്പിക്കുന്ന ഒരു അധികാരം, ചില ദുരാത്മാക്കളെ കീഴടക്കുന്ന അധികാരം ഇന്ന് നിങ്ങളുടെ മേൽ വേണം. എത്ര പേര് അതിന് ആമീൻ പറയും? ഇനി നമുക്ക് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരാം. വളരെ പെട്ടെന്ന്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പിതാവിന്റെയും പുത്രന്റെയും ഈ ദൈവം തന്ന കൽപ്പനയാണ്. നിങ്ങൾ പുറപ്പെട്ട് ജനത്തെ സ്നാനപ്പെടുത്തണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരു ദൈവ പൈതൽ ഓർക്കണം, പാലക്കാട്ട് ഒരാൾ സ്നാനപ്പെടുമ്പോ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷം. ഒരാമയും പറയണം. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പം സ്നാനമേൽക്കുന്നവൻ ആരായിരിക്കണം? വിശ്വസിക്കുന്നവരായിരിക്കണം. ആരാ സ്നാനപ്പെടേണ്ടേ? വിശ്വസിക്കുന്നവർ. എന്ത് വിശ്വസിക്കണം? സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനാ? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി. 92 വയസ്സുള്ള ഒരു അപ്പച്ചനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പച്ചന് സ്റ്റെപ്പ് കയറി വരാൻ പറ്റിയില്ല. അപ്പച്ചന്റെ മക്കൾ എന്നെ അപ്പച്ചന്റെ അടുക്ക് കൊണ്ടുപോയി. ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ മോൻ എന്നോട് പറയും, അപ്പച്ചനോട് പറ സ്വർഗത്തിൽ പാൻ എന്തോ ചെയ്യണോ. ഹോ, ഞാൻ അപ്പച്ചനോട് വന്നു, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, ലോർഡ് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതും. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെ രക്ഷാവാചകം.
ഞാൻ രക്ഷാവാചകം പറഞ്ഞു കൊടുത്തു. 92 വയസ്സുള്ള അപ്പച്ചൻ എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞു, ജീസസ്. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് കയറിയത് 18 പടിയുണ്ട്. ഞാൻ വായുവിലാ പറന്നു കയറിയേ. എന്താ കാര്യം? ഒരുവന്റെ പേരൂടെ ജീവപുസ്തകത്തിൽ എഴുതിയത് കൊണ്ടാണ്. ഒരാത്മാവിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഭൂലോകത്തെക്കാട്ടിലും വിലയേറിയതാണ്. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായി ദൂതിലോട്ട് വരാം. അപ്പൊ എങ്ങനെയാണുള്ളത് രക്ഷിക്കപ്പെടുന്നേ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. ഇനി ആരാ സ്നാനപ്പെടുന്നെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പൊ സ്നാനപ്പെടേണ്ടത് ആരാ? വിശ്വസിച്ചവൻ. സ്തോത്രം. പൗലോസ് ഒരിക്കൽ ഒരു സഭയിൽ യോഗം കൂടാൻ പോയി. അവിടെ ചെന്നവൻ ഗിത്താറുണ്ട്, കീബോർഡുണ്ട്, ആരാധനയുണ്ട്. യോഗത്തിനിടയ്ക്ക് പൗലോസ് സംഘാടകരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇത് ഉണ്ടെന്ന് പോലും ഞങ്ങൾ. ഉടനെ ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതാ? അവർ പറഞ്ഞത് യോഹന്നാന്റെ സ്നാനമാണ്. അത് മാനസാന്തര സ്നാനമാണ്. യഥാർത്ഥമായി എടുക്കേണ്ട സ്നാനം വിശ്വസിച്ച ശേഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് കർത്താവിന് സ്തോത്രം. സ്നാനപ്പെടാത്ത ആരേലും ഉണ്ട്? ഞാൻ പറയാം, വിശ്വസിച്ച് വേണം സ്നാനമേൽക്കാൻ. ഇനി ബൈബിളിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം. ഫിലിപ്പോസ് ഒരു ദൈവ മനുഷ്യനാണ്. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോകാൻ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 8 നോക്കിയിരുന്നാ ഞാൻ പറയാം, ഈ ദൂതിലേക്ക് വരാനാ. സ്തോത്രം. അവൻ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കുമ്പോ എത്യോപ്യ രാജ്യത്തിലെ ധനകാര്യമന്ത്രി തേരേൽ വരിക. സ്തോത്രം. ഈ മന്ത്രി ഷണ്ണന. പുള്ളി ദൈവാലയത്തിൽ പോയിട്ട് കേട്ടിയില്ല, കാരണം ഷണ്ണനെ ആലയത്തിൽ കരുതില്ല. സ്തോത്രം. ആരാധന കണ്ടേച്ച് വന്നവന് സ്വസ്ഥതയില്ല. നീ ആരാധിച്ചു പോകുന്നോണ്ടാ നിനക്ക് ഈ സ്വസ്ഥത. കണ്ടേച്ച് പോയ സ്വസ്ഥതയില്ല. ഇവിടെ കാണാൻ ഒന്നുമില്ല, ഒരു കറുത്ത തുണിയും ഒരു ഫ്ലെക്സും, പിന്നെ ആകെ കാണാൻ ഇവിടെ 2-3 കീബോർഡുമേ ഉള്ളൂ, വേറൊന്നുമില്ല. സ്തോത്രം. അവനിരുന്ന് തേരയിലിരുന്ന് ബൈബിള് വായിക്കുക, ഉറക്കെ വായിക്കുക. യെശയ്യാ പ്രവചനം, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഇങ്ങനെ വായിച്ചു വരുമ്പം ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, തേരിന്റെ കൂടെ ഓടാൻ പറഞ്ഞു. തേരിന്റെ കൂടെ ഓടിയപ്പോ ദൈവം പറഞ്ഞു, അങ്ങനെ ഓടിയാ പോലെ ചേർന്ന് നടക്കണം. അപ്പൊ ധനകാര്യമന്ത്രി തേരായിരുന്നു ബൈബിള് വായിക്കും, ഇടയ്ക്ക് ഫിലിപ്പോസിനെ നോക്കും. ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്ന വല്ലോ ഗ്രഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, പൊരുള് പിരിച്ചു തരാൻ ഒരാളില്ലായികയാൽ എങ്ങനെ ഗ്രഹിക്കും? എത്യോപ്യയിലെ ധനകാര്യമന്ത്രി താൻ ഇരിക്കുന്ന തേരളിച്ചിനെ നീങ്ങി വെച്ച് പറഞ്ഞു, കേറി ഇരുന്നാട്ട്. കേട്ടോ, വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പൊ രാജാവിന്റെ തേരേല. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ആത്മാവിൽ സഞ്ചരിച്ചാൽ നീ പോകുന്ന വഴി വേറെയാ. നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഓ ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവമക്കളും ബുദ്ധിയിൽ യാത്ര ചെയ്യരുത്, ആത്മാവിൽ യാത്ര ചെയ്യണം. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ ജഡതലം വിട്ട് നിന്നെ ദൈവ ആത്മതലത്തിലേക്ക് കൊണ്ടുപോവുക. ഈ ദിവസങ്ങളിൽ നീ ദൈവശബ്ദം കേൾക്കും, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഇതുവരെ നടക്കാത്ത കാര്യം നിന്റെ വീടിനകത്ത് നടക്കും. ഓ, നീ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന്? ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ദൈവം സംസാരിക്കട്ടെ.
നീ എഴുന്നേൽക്കുമ്പോൾ ദൈവം സംസാരിക്കട്ടെ. നീ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം സംസാരിക്കട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കട്ടെ. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിനക്കൊരു സ്ഥാനമാറ്റമുണ്ട്, നിനക്കൊരു മൂവ്മെന്റ് ഉണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. ദൈവം സംസാരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. മനുഷ്യ ശബ്ദം കേട്ട് മടുത്ത നിന്നോടാ ദൂത്. ദൈവശബ്ദം കേൾക്കണം. ചിലരോട് സംസാരിക്കാൻ ദൈവം തയ്യാറാ. നിന്റെ ബെഡ്റൂമിൽ വന്ന് ദൈവം സംസാരിക്കും. നിന്റെ പ്രാർത്ഥനാ മുറി വന്ന് ദൈവം സംസാരിക്കും. ദൈവശബ്ദം കേട്ടവർക്കായി സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഇനിയും നിനക്കൊരു ചലനമുണ്ട്. ഈ തേരെ കയറിയിരുന്ന ഫിലിപ്പോസ് ആ വചനം ആധാരമാക്കി അവനോട് എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു പോയപ്പം വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പം ധനകാര്യമന്ത്രി തലമുക്കി നോക്കുക. പൗലോസ് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു, ഫിലിപ്പോസ് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ദാ വെള്ളം. സ്നാനത്തിന് തടസ്സം എന്താ? ഈ മന്ത്രിയായാലും തന്ത്രിയായാലും സ്നാനപ്പെടണമെങ്കിൽ വിശ്വസിച്ചേ പറ്റും. ഫിലിപ്പോസ് പറയുക, അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അപ്പൊ ഏത് വ്യക്തിയായാലും ഉപദേശം ഒരാമയും പറയണം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യേകത അറിയോ? അവര് നടക്കുകയല്ല, അവരെ ദൈവം അങ്ങ് നടത്തുക. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങനെ മുരടിച്ച് ക്ഷീണിച്ച് വിഷമിച്ചിരിക്കരുത്. നിന്നെ ദൈവം നടത്താൻ പോവുക. ഞാൻ ഈ വചനം ആധാരമാക്കി പറയാം, നിനക്കൊരു ചലനം ഈ ദിവസങ്ങളുണ്ട്. നിനക്ക് ജീസസ് ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ ഭരിച്ച് നടത്താൻ പോവുക. 2026 ജനുവരി മാസം 1-ാം തീയതി 9-ാം തീയതി ദൈവത്തിന്റെ വായ ഞാൻ പ്രവചിക്കുക. നിന്റെ അകത്തൊരു ചലനം. ഞാൻ ഈ പാലക്കാട് വന്നപ്പം മുതലേ എനിക്കെന്തോ ഒരു ബോധ്യം, എന്തോ ഒരു കാര്യം ഈ പ്രാർത്ഥന കൊണ്ട് നടക്കാൻ പോവാ. ലോർഡ്, ചലനമറ്റതിനെ ഒക്കെ ചലിപ്പിക്കുന്ന ഒരു കൃപ ഇതിനകത്ത് വ്യാപരിക്കുക. ചിലരുടെ ഉള്ളിൽ വലിയ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നീ ചിലതിനോടൊക്കെ ചേർന്ന് മൂവ് ചെയ്യാൻ പോവുക. ആരും ഇരിക്കാത്ത ഇരിപ്പിടത്തിൽ നീ ഇരിക്കാൻ പോവുക. ആരോട് പറയാത്ത ചിലത് നിന്നോട് പറയാൻ പോവുക. സ്പിരിച്വൽ ലൈഫിനൊരു മാറ്റമുണ്ടാകുക. മുരടിപ്പുകൾ മാറാൻ പോവുക. ടയേർഡ്നെസ്സുകൾ മാറാൻ പോവുക. പരാജയങ്ങൾ മാറാൻ പോവുക. എന്തോ ഒരു വലിയ തുടക്കം. എത്ര പേരുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്? എന്തോ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുക. നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഒന്നുമില്ലാത്ത എന്തോ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വരാൻ പോവുക. നിന്റെ മേൽ ദൈവാത്മാവുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക രീതിയിൽ നിന്റെ വീടിനകത്ത് ചിലത് നടക്കാൻ പോവുക. നിന്റെ സന്തതിക്കൊരു ചലനമുണ്ട്. ഓ, ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയ പോലെ. ഇനി നിങ്ങൾ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരുന്നേ. ഫിലിപ്പോസ് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഓ, ആ മനുഷ്യൻ അലറിക്കൊണ്ട് പറഞ്ഞു, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ തേർ നിർത്താൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഒരാൾ കരയ്ക്കും മറ്റേയാൾ വെള്ളത്തിലിറങ്ങി. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. അതിനർത്ഥം എന്തുവാ? ഫിലിപ്പോസിനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ കൊണ്ടുപോയെന്നല്ല. ആത്മാവ് നയിച്ച വഴിയെ ഫിലിപ്പോസ് പോയി. താഴെ വാക്യത്തിലുണ്ട്, പിന്നെ അവനെ അസ്തോദിൽ വെച്ച് കണ്ടു.
ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഈ 9-ാം തീയതി പ്രയർ ആശീർവാദം പറയുന്നതിന് ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്നെ നിയോഗിക്കും, ആത്മാവ് നിന്നെ നടത്തും, ആത്മാവ് നടത്തിയ സ്ഥലത്തൂടെ നീ പോകും. ഒരു യോഗമൊക്കെ കഴിയുമ്പോഴേ കുറെ പേര് സ്നാനപ്പെടാനൊക്കെ തീരുമാനിക്കുന്നതേ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് എന്നെ സന്തോഷമാണെന്നറിയോ? യോഗം കഴിയുമ്പോൾ ഒരാൾ 1,00,000 രൂപ തരുന്നതിനേക്കാൾ സന്തോഷമാണ് ഒരാൾ ദൈവകൽപ്പന പ്രമാണിക്കാൻ. ചിലർ എത്ര യോഗത്തിന് വന്നാലും സ്നാനപ്പെടത്തില്ല. അങ്ങനല്ല, അത് ദൈവകൽപ്പനയാണ്. റോമർ 6:3 ഈ സ്നാനം യേശുവിനോട് ചേരാനാ. മത്തായി 28:18-19 ഇത് ദൈവകൽപ്പനയാ. ഹല്ലേലൂയ. ആമേ. ലൂക്കോസ് 7:30 ഇത് ദൈവാലോചനയാ. ഹല്ലേലൂയ. ഞാൻ ഒടുവിൽ സ്നാനത്തിന് വേണ്ടി ഒരു ഓർഡർ കോൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. യേശു പറയുക, നിങ്ങൾ പോയി സ്നാനപ്പെടുത്തണം. ഞങ്ങളിവിടെ വന്നേക്കുന്ന എന്തിനാ? യേശുവിനെ ശുശ്രൂഷിക്കാനാ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനാ. ആമീൻ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കാനാ. ഞങ്ങളിവിടെ വന്നതിന് പ്രസംഗം പ്രസംഗിക്കാനല്ല, ഇന്ന് പകൽ വചനം ഇവിടെ നിവർത്തിക്കാനാ. ചില വീടുകൾക്കകത്തു ദൈവപ്രവൃത്തി നടക്കട്ടെ, ചില തലമുറമേൽ ദൈവപ്രവൃത്തി നടക്കട്ടെ, നിന്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം നടക്കട്ടെ. ഇനി മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വന്നേ, 18-19 വാക്യത്തിലേക്ക് വന്നാട്ട്. സ്തോത്രം, സ്തോത്രം. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതേലും വഴിക്ക് പോകാൻ പറ്റുന്നില്ല. ഉപദേശം കേൾക്കണം. എന്താ കേൾക്കണം? പാസ്റ്റർമാർക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, ഇപ്പൊ ആരും ആ പേരൊന്നും. ഇപ്പൊ പാസ്റ്റർ എന്നോ റവറന്റ് എന്നോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാലേ ഒരു പിന്നെ പേരിനപ്പുറത്ത് 3-4 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ഒരു വിലയുള്ളൂ. പണ്ടത്തെ പേര് കേൾക്കണോ? ഉപദേശി. എന്തുവാ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്നവൻ. സ്തോത്രം. നല്ല വഴിയെ പോകണമെന്ന് ഇന്ന് എനിക്കിഷ്ടം ഉപദേശി എന്ന് വിളിക്കുന്ന. സ്തോത്രം. അതെന്താ കാര്യം? ഒരാൾ സ്നാനപ്പെട്ടേച്ച് തോന്നിയ വഴിയെ പോകാൻ പാടില്ല, അവനെ ഉപദേശത്തിലൂടെ നടത്തണം. എന്നിട്ട് പറയുക, ഉപദേശിച്ചാൽ മാത്രം പോരാ, ശിഷ്യരാക്കണം. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതിന് ജാതിയില്ല, മതമില്ല, ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവരോട് പറയുക, ഞാനോ ലോകത്തിന്റെ അവസാനം വരെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. എന്തെല്ലാം എതിരികൾ വന്നാലും നീ പേടിക്കരുത്. ഞാനോ ലോകത്തിന്റെ അവസാനം വരെ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ നിന്നെ ഒറ്റയ്ക്ക് വിടുവല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്. ആര് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും നീ പേടിക്കരുത്, യേശു നിന്റെ കൂടെ ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴേലും ഒക്കെ നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ദൈവം കൂടെ ഉണ്ടെന്ന്? എങ്ങനെ അറിയുന്നേ? വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ എന്റെ അല്ല, ജീവിത അനുഭവത്തിൽ അറിയാം ദൈവം കൂടെയുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകത്തില്ല, നിന്റെ കൂടെ ഒരുവൻ വരിക. യേശു, ഞാനോ ലോകാവസാനം വരെ എല്ലാ നാളും. പരാജയപ്പെട്ടെന്ന് പറഞ്ഞ നിന്നെ യേശു വിജയിപ്പിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തില് ഇനി പ്രസംഗം നിർത്തി ശുശ്രൂഷ ചെയ്യാൻ പോവാ. ഇന്നൊരു അധികാരത്തിന്റെ പകർച്ച ഇവിടെ നടക്കണം. ഇവിടെ ചിലരുടെ മേൽ ആത്മിക അധികാരം വെളിപ്പെടണം.
ആദ്യം നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഒരു ചോദ്യം മാത്രം. ഇതുവരെ ഞാൻ യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുക. അങ്ങനെ സമർപ്പിക്കുന്നവർ സമർപ്പിക്കപ്പെടണം. 2, ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല. ദൈവം എനിക്ക് ഒരു അവസരം തന്നാൽ ഞാൻ സ്നാനമേറ്റ് കർത്താവിനോട് ചേരും. അങ്ങനെ തീരുമാനമുള്ളവർക്ക് ആ വലത് കൈ ഒന്ന് ഉയർത്തി കാണിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഇതുവരെ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് ഉയർത്തുന്നവർ ഉയർത്തിപ്പെടുക്കണം. ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല. ധാരാളം കൈകൾ എനിക്ക് കാണാം. 1, 2, 10 കൈകളല്ല, ധാരാളം കൈകൾ. നിങ്ങൾക്കൊരു വൈറ്റ് കാർഡ് തരും. അത് നിങ്ങൾ ഫിൽ ചെയ്യണം. ജീസസ് 5 അല്ല 6 അല്ല 7 അല്ല, അങ്ങേ അറ്റത്ത് ആ മക്കൾക്ക് കൊടുത്താട്ട്. ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, അവർ ദൈവകൽപ്പന സ്വീകരിക്കുമ്പോൾ സ്വർഗമിറങ്ങി വരിക. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. ധാരാളം ആൾക്കാർ. ഇനി ആരെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി കാണിച്ചാൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവേ, 2 ദിവസം പാലക്കാടിൻ്റെ മണ്ണിൽ ശുശ്രൂഷിക്കാൻ ദൈവം വഴിയൊരുക്കി. ഇന്ന് 9 പേരിവിടെ സ്നാനമേൽക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസങ്ങൾ അവർ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കൃപ തരണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ പേരും മൊബൈൽ നമ്പരും എഴുതി കൊടുക്കണം. ഈ മാസം തന്നെ സ്നാനത്തിൻ്റെ ക്രമീകരണം ചെയ്യും. ഞാൻ വരും നിങ്ങളെ സ്നാനപ്പെടുത്താൻ. ഹല്ലേലൂയ. ഈ പാലക്കാടിൻ്റെ മണ്ണിൽ അനേകർ സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം.